ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷസാണ്, പനീർ ബുർജി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പനീർ ബുർജി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല, അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. 200 ഗ്രാം പനീർ ഒരു ഫോർക്കോ കയ്യോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പനീർ ഒറ്റ ബാറായിട്ടും മേടിക്കാൻ കിട്ടും, ക്യൂബ്സുകളായിട്ടും മേടിക്കാൻ കിട്ടും. എനിക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂബ്സുകളായിട്ടാണ്. അത് നല്ലതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പൊടിച്ചെടുക്കണം. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള 2 എണ്ണം ചോപ്പ് ചെയ്തത്, തക്കാളി 1 ചോപ്പ് ചെയ്തത്, ക്യാപ്സിക്കം 1/4 കപ്പ് ചോപ്പ് ചെയ്തത്, പച്ചമുളക് 2 എണ്ണം ചോപ്പ് ചെയ്തത്, 2 or 3 എടുക്കാം, വെളുത്തുള്ളി 5 അല്ലി ചോപ്പ് ചെയ്തത്, ഇഞ്ചി 1 പീസ് ചോപ്പ് ചെയ്തത്, മല്ലിയില ആവശ്യത്തിന്, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ സാദാ മുളക് പൊടി ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, എണ്ണ 2.25 ടേബിൾ സ്പൂൺ, ഉപ്പ് 3/4 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി പനീർ ബുർജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിൽ ജീരകം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ജീരകം ചേർക്കുന്നത്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് തീർച്ചയായും ഒഴിവാക്കാവുന്നതാണ്. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ 2 സവാള ചോപ്പ് ചെയ്തത്, 1/2 ഇഞ്ച് പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ കളർ ചെറുതായി ഒന്ന് മാറി വരുമ്പോൾ 1 തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ടതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ റോ ഫ്ലേവർ മാറി ഈ രീതിയിലാവുമ്പോൾ ആദ്യം നമ്മൾ ഉടച്ച് മാറ്റി വെച്ച പനീർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. അതിനുശേഷം പനീറിൽ മസാലകളെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 5-10 മിനിറ്റ് നേരം വരെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ടും അല്ലാതെ തന്നെ ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കഴിക്കാനും ബ്രെഡിനോടൊപ്പം സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അങ്ങനെ ഫില്ലിംഗ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ളൊരു ബുർജിയാണ് പനീർ ബുർജി. എല്ലാവരും ഈ പനീർ ബുർജി ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.